നമസ്കാരം. CPM നേതാവ് KJ ഷൈനിനെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ പ്രചാരണം നടത്തിയ പറവൂരിലെ പ്രാദേശിക നേതാവ് CK ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയെ തുടർന്നായിരുന്നു നടപടി. ഈ ഫോണിൽ നിന്നാണോ ഷൈനിനെതിരായ പോസ്റ്റ് ഇട്ടതെന്ന് പോലീസ് പരിശോധിക്കും. സൈബർ ഫോറൻസിക് സംഘത്തിന് ഫോൺ കൈമാറും. ഗോപാലകൃഷ്ണനോട് അന്വേഷക സംഘത്തിന് മുന്നിൽ ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീട്ടിൽ നോട്ടീസ് നൽകുകയും ചെയ്തു. കോൺഗ്രസിലെ പ്രധാനികളും അന്വേഷണ പരിധിയിലുണ്ട്. അതിവേഗ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. കേസെടുത്തതിന് പിന്നാലെ പ്രതികളായ ഗോപാലകൃഷ്ണനും KM ഷാജഹാനും ഒളിവിലാണ്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി. കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് പുറമെ IT ആക്ടും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉടമ യാസറിനെ പ്രതി ചേർക്കുമെന്നാണ് സൂചന. ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. വ്യാജവും അധിക്ഷേപകരവുമായ പ്രചാരണം നടത്തിയ 100-ലധികം പ്രൊഫൈലുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അധിക്ഷേപ പോസ്റ്റുകളിലെ വിവരങ്ങൾ തേടി എറണാകുളം റൂറൽ സൈബർ പോലീസ് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു. വിവരങ്ങൾ ഉടൻ കിട്ടുമെന്നാണ് പ്രതീക്ഷ. CPMലും അനാശാസ്യ വിവാദം എന്ന പേരിൽ അപവാദ പ്രചരണം നടത്തിയെന്ന് വനിതാ നേതാവ് KJ ഷൈനിന്റെ പരാതിയിൽ കൂടുതൽ പേർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടത്തിയവരുടെ വിവരങ്ങൾ ഷൈൻ നൽകിയിരുന്നു. ഇവരുടെ അക്കൗണ്ടുകളുടെ ലിങ്കുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെതിരെയും ഷൈൻ പരാതി നൽകിയിട്ടുണ്ട്. ആലുവ സൈബർ പോലീസിലാണ് സുജിത്തിന് എതിരായ പരാതി. തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിലൂടെ സൈബർ ആക്രമണം നടത്തിയെന്നാണ് പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത്. ഒരു MLAയുടെ പേരുമായി ചേർത്ത് വെച്ച് അങ്ങേയറ്റം മോശമായ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു എന്നാണ് ഷൈൻ നൽകിയിരിക്കുന്ന പരാതി. കോൺഗ്രസ് അനുകൂലികളുടെ ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ വ്യാജ ആരോപണം. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അറിവോടെയാണെന്നും ഷൈൻ ആരോപിച്ചിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ പോലീസിനും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്ന് CPM നേതാവും അധ്യാപികയുമായ KJ ഷൈൻ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. തന്റെ പേരും ചിത്രവും ഉപയോഗിച്ച് അപമാനിക്കാൻ ശ്രമം നടക്കുന്നതായി KJ ഷൈൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ആരോപിച്ചു. മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും തെളിവുകൾ സഹിതം പരാതി നൽകും. സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണമെന്നും KJ ഷൈൻ കുറിച്ചിരുന്നു. തന്നെയും തന്റെ പങ്കാളിയെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരത്തിൽ കുപ്രചരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത്തരം അപവാദങ്ങൾ ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും എല്ലാം മാനസികമായി വേദനിപ്പിക്കുകയാണ്. രാഷ്ട്രീയപരമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രചരണം നടക്കുന്നതെന്നും KJ ഷൈൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു.